ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ ചാക്കുകൾ കൊണ്ട് നിറഞ്ഞ് പായിപ്ര പഞ്ചായത്തിലെ വഴിയോരങ്ങൾ. ചാക്കിൽ കെട്ടിയും അല്ലാതെയും സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യങ്ങളാണ് ജനങ്ങൾക്ക് ദുരിതമാകുന്നത്. ചാക്കുകൾ നീക്കാത്തതിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് BJP പ്രവർത്തകർ. ഉറവിട മാലിന്യത്തിന് ശ്രമങ്ങൾ തുടരുന്നതിനിടെ സംസ്കരിക്കാനായി ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പായിപ്ര പഞ്ചായത്തിലെ വഴിയോരങ്ങളിൽ കുമിഞ്ഞുകൂടുകയാണ്. ചാക്കിൽ കെട്ടിയും അല്ലാതെയും പലവിധ മാലിന്യങ്ങൾ പലയിടത്തായി കെട്ടിവെച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ താൽക്കാലിക മാലിന്യ സംഭരണ സംവിധാനങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് പ്രദേശത്ത് ചിതറിക്കിടക്കുന്നു. പൊടിയും അവശിഷ്ടങ്ങളും കൊണ്ട് പല സ്ഥലങ്ങളിലും ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. പൊതുവെളിയിടങ്ങളിൽ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കാനുമുള്ള ശ്രമം നടന്നു. പ്രധാനപ്പെട്ട ജനസേവന കേന്ദ്രങ്ങൾക്ക് മുന്നിലും അംഗൻവാടിയുടെ മുന്നിലും വലിയ ചാക്കുകെട്ടുകൾ മേലേക്ക് അടുക്കി വച്ചിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ശേഖരിക്കുന്ന മാലിന്യം കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാനോ സംസ്കരിക്കാനോ സംവിധാനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. പഞ്ചായത്തിൽ സ്വന്തമായി കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിക്കും വിധം മാറ്റാനുള്ള പദ്ധതികളുമില്ല. ജനസാന്ദ്രതയേറിയ പഞ്ചായത്തിൽ വ്യാപാര കേന്ദ്രങ്ങളും തിരക്കേറിയ കവലകളും വലിയ സ്ഥാപനങ്ങളുമുണ്ട്. പ്ലൈവുഡ് കമ്പനികളും പാറമടകളും വേറെ. പഞ്ചായത്തിലെ മുളവൂർത്തോട് നിത്യേനയെന്നോണം മലിനീകരിക്കപ്പെടുകയും പെരിയാർ വാലി കനാലുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാവുകയും ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ വഴി നീളെ മാലിന്യക്കെട്ടുകൾ നിറയുന്നത്. പായിപ്ര പഞ്ചായത്തിന്റെ ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള ഹരിതകർമ്മ സേന അംഗങ്ങളെ വെച്ചുകൊണ്ട് ഈ വാർഡിലെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾ കേന്ദ്രീകരിച്ചും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വേസ്റ്റ് നിർമ്മാർജ്ജനം നടത്തുന്ന പദ്ധതി. പക്ഷെ പായിപ്ര പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ മോശം അവസ്ഥയിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ ഒരു വാർഡുകളിൽ നിന്ന് പോലും ഈ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നില്ല. പല വാർഡുകളിലും വ്യാപകമായി ഇത് റോഡ് സൈഡുകളിൽ കൂട്ടിയിട്ടുകൊണ്ട്, അതായത് വീടുകളിൽ നിന്നും 50 രൂപ കളക്ട് ചെയ്ത് ആ വീട്ടിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റ് ആ വീടിന് മുന്നിലുള്ള റോഡ് സൈഡിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കാണുവാനുള്ളത്. അതുപോലെ പല കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന വേസ്റ്റുകൾ ആ സ്ഥാപനത്തിൽ നിന്നും കൃത്യമായി 1 മാസം പോലും ഇടവേളയില്ലാതെ കൃത്യമായി 100 രൂപ വീതം കളക്ട് ചെയ്തുകൊണ്ട്, കാരണം ആ 100 രൂപ അടച്ചില്ലെങ്കിൽ ആ കടയുടെ ലൈസൻസ് അടക്കമുള്ള പഞ്ചായത്തിൻ്റെ പല സേവനങ്ങളും ആ കടകൾക്ക് ലഭ്യമാവുകയില്ല. അതുപോലെ വീടുകളിൽ നിന്നും കൃത്യമായി 50 രൂപ അടച്ചില്ലെങ്കിൽ ആ വീട്ടിലേക്ക് വേണ്ട ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് ചെല്ലുമ്പോൾ ഹരിതകർമ്മസേനയിൽ പൈസ അടച്ച കാർഡ് ഹാജരാക്കിയില്ലെങ്കിൽ ഈ സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടുകയില്ല. അതുകൊണ്ട് കൃത്യമായ ആളുകളുടെ നിന്ന് പൈസ മേടിക്കുകയും, എന്നാൽ ഈ വേസ്റ്റുകൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാതെ പഞ്ചായത്ത് പലതരത്തിലുള്ള വലിയ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ മുഴുവൻ പ്രവർത്തകരും പഞ്ചായത്ത് സമിതിയും ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇതിനെ തുടർന്ന് ജനങ്ങളിൽ നിന്നുയരുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP പായിപ്ര പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ കാർഡില്ലാതെ പഞ്ചായത്തിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭ്യമല്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാ മാസവും വീടുകളിൽ നിന്ന് 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും മേടിച്ചുകൊണ്ട് ശേഖരിക്കുന്ന മാലിന്യം പൊതുനിരത്തിൻ്റെ സൈഡിലും ജലസ്രോതസ്സുകളുടെ സൈഡിലും കൊണ്ടുകൊടുത്തിരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ നടപടിക്കെതിരെ പായിപ്ര പഞ്ചായത്ത് മേഖലാ സമിതി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നില്ലെങ്കിൽ പായിപ്ര പഞ്ചായത്ത് BJP മേഖലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. BJP പായിപ്ര മേഖലാ പ്രസിഡന്റ് വിൽസൺ മത്തായി, പൊതുപ്രവർത്തകരായ അനുരാജ് പായിപ്ര, ഹരിചന്ദ്രൻ, MS രവി, ബാബുരാജ്, സുമേഷ്, ഷാജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.